അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇരുലോകത്തും സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും ഓരോരോ പ്രത്യേകതകളാണുള്ളത്. ഇന്ന് നാം പറയാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 48ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫത്ഹിനെ കുറിച്ചാണ്. ഫത്ഹ് എന്ന വാക്കിന്റെ അർത്ഥം വിജയം എന്നാണ്. ഈ പരിശുദ്ധമായ സൂറത്ത് ഓതുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളെയും അതിജീവിച്ച് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നമുക്ക് ഈ പരിശുദ്ധമായ സൂറത്തിന്റെ ഒരു 13 നേട്ടങ്ങൾ ഇവിടെ പറയാം. അതോടൊപ്പം ആ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ സൂറത്ത് ഖുർആനിലെ 48ാമത്തെ സൂറത്താണ്. 29 ആയത്തുകളുള്ള ഒരു സൂറത്താണ്. ഇത് ഹിജ്റ 6ാം വർഷം മദീനയിൽ വെച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിച്ച പരിശുദ്ധമായ സൂറത്താണ്. ഹുദൈബിയ സന്ധിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും വളരെയേറെ ദുഃഖിതരായിരുന്നു. ആ സമയത്താണ് ആശ്വാസത്തിന്റെ കുളിർമഴയായി ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, ഒരു സുബ്ഹിയുടെ സമയത്താണ് പറഞ്ഞത്, എനിക്ക് ഈ രാവിൽ ഒരു സൂറത്ത് അവതരിച്ച സ്വഹാബത്തെ, ഈ ദുനിയാവും അതിലെ സകല വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഈ പരിശുദ്ധമായ സൂറത്ത് ഓതലാണ് എനിക്കിഷ്ടം. അത് ഏത് സൂറത്താണെന്ന് അറിയുമോ? അത് സൂറത്തുൽ ഫത്ഹാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതാൻ ഇഷ്ടമുള്ള, അവിടുന്ന് വളരെയേറെ സന്തോഷം നൽകിയ പരിശുദ്ധമായ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ് എന്നുള്ളത്. ഈ സൂറത്തിന്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണത്. നമ്മുടെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്ന, അവിടുന്ന് സാന്ത്വനം നൽകുന്ന വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ആദ്യം തന്നെ പറയുന്നത്. മുത്തുനബിയെ, താങ്കൾക്ക് ഞാൻ പ്രത്യക്ഷമായ വിജയം നൽകിയിരിക്കുന്ന നബിയെ, ഒരു വ്യക്തമായ വിജയം താങ്കൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന നബിയെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം നൽകുന്ന വചനം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ. രണ്ടാമത്തെ ആയത്താണെങ്കിലോ, ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയതിമ്മ നിഅമതഹു അലൈക വയഹദിയക സിറാത്തൻ മുസ്തഖീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്, നബിയെ, താങ്കളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുന്നു. പിന്നെയോ, അള്ളാഹുവിന്റെ ഹബീബെ, താങ്കൾക്ക് ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മാത്രമല്ല, താങ്കൾ ഉള്ളത് നേരായ പാതയിലാകുന്നു നബിയെ. ഈ 3 ആശ്വാസവാക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്തുൽ ഫത്ഹിന്റെ 2ാമത്തെ ആയത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ സൂറത്ത് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 11 ദിവസം അല്ലെങ്കിൽ ഒരു 21 ദിവസം ഓതിയാൽ അനേകം നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൊരു 13 നേട്ടങ്ങൾ നമുക്കിവിടെ പറയാം. അതോടൊപ്പം ഈ നേട്ടങ്ങളെല്ലാം ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇൻഷാ അല്ലാഹ് അക്കാര്യം കൂടി ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഇത് ഓതുന്നത് വഴിയുള്ള നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന 1ാമത്തെ നേട്ടം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം, പൊരുത്തം നമുക്ക് ലഭിക്കാൻ കാരണമാകും ഈ സൂറത്ത് സ്ഥിരമായി ഓതിയാൽ എന്നുള്ളതാണ് 1ാമത്തെ നേട്ടം. 2ാമത്തെ നേട്ടം എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടവും തൃപ്തിയും പൊരുത്തവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അല്ലാഹുവേ, നിന്റെ തൃപ്തിയും നിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയും ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ.
ദുആ മാത്രം പോരാ, ഇത് ഓതുകയും വേണം. ഇൻഷാ അല്ലാഹ് നമുക്കത് ഓതാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ പ്രതിഫലം, മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ വാക്കുകൾ കൊണ്ട് ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്ന ഒരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിശുദ്ധമായ സൂറത്ത് മുടങ്ങാതെ ഓതുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് ആ മഹത്വമേറിയ പുണ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്ന് നമ്മൾ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്ന പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് മുടങ്ങാതെ ഓതുന്നത് വഴി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇനി നാലാമത്തെ പ്രതിഫലം, ജീവിതത്തിന്റെ ഏത് കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകുമെന്നുള്ളതാണ്. അത് കച്ചവടമായാലും ജോലിയായാലും പഠനമായാലും എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം ലഭിക്കാൻ ഈ പരിശുദ്ധമായ വിജയത്തിന്റെ സൂറത്ത് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് നാലാമത്തെ നേട്ടമായി നമുക്ക് പറയാനുള്ളത്. ഇനി അഞ്ചാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നുള്ളതാണ്. നമുക്ക് മക്കത്ത് പോയി ഹജ്ജ് ഉംറ നിർവഹിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ജോലി ലഭിക്കാൻ, നമുക്കൊരു വീട് ലഭിക്കാൻ, വാഹന സൗകര്യം ഉണ്ടാകാൻ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഉന്നത വിജയം ഉണ്ടാകാൻ തുടങ്ങി എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകാൻ ഈ പരിശുദ്ധമായ സൂറത്ത് ഓതിയാൽ സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു 3 ദിവസം ഈ സൂറത്ത് ഓതുക, അല്ലെങ്കിൽ ഒരു 5 ദിവസം, അല്ലെങ്കിൽ ഒരു 7 ദിവസം, എന്നിട്ടും ആയില്ലെങ്കിൽ ഒരു 11 ദിവസം, എന്നിട്ടും ആയില്ലെങ്കിൽ ഒരു 21 ദിവസം വരെ ഈ സൂറത്ത് മുടങ്ങാതെ ഓതിയാൽ ഇൻഷാ അല്ലാഹ് ആ കാര്യം സാധിച്ചു കിട്ടുന്നതാണ്. ഇനി ആറാമത്തെ കാര്യം, സിഹിർ, കണ്ണേറ്, കൈവിഷം, കള്ളക്കേസ് തുടങ്ങി മനുഷ്യന്റെയും പിശാചിന്റെയുമായ ഉപദ്രവങ്ങൾ, ഇവകളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയൊരു കാവൽ നൽകും ഈ സൂറത്ത് ഓതുന്നത് വഴി. ഈ സൂറത്ത് ഓതുമ്പോൾ തുടക്കത്തിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതാൻ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ജിന്ന് മനുഷ്യവർഗങ്ങളിൽ നിന്നുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുന്നതാണ്. ഇനി ഏഴാമത്തെ കാര്യം, ഈ പരിശുദ്ധമായ സൂറത്തിന്റെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, 29ാമത്തെ ആയത്ത്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ഈ പരിശുദ്ധമായ ആയത്ത് നാം ഓതുന്നത് വഴി, അതായത് സൂറത്ത് മുഴുവനായും ഓതുന്നത് കൂടാതെ ഈ ആയത്ത് മാത്രം സെപ്പറേറ്റ് ആയി ഓതുന്നത് വഴി വലിയ നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും സ്വഹാബിമാരുടെ മദ്ഹുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മൾ സ്ഥിരമായി ഓതിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനും ഈ ആയത്ത് നിത്യമായി ഓതിയാൽ സാധിക്കുമെന്നുള്ളതാണ്. ഈ ആയത്തിന് മാത്രം ഒരുപാട് നേട്ടങ്ങൾ, മഹത്വങ്ങൾ പറയുന്നുണ്ട്. ഇനി 8ാമത്തെ നേട്ടമാണ്, ഈ പരിശുദ്ധമായ സൂറത്ത് രോഗങ്ങൾക്ക് ശമനമാണ്. ക്യാൻസർ, ട്യൂമർ പോലുള്ള ഏത് വലിയ രോഗങ്ങൾക്കും ചെറിയ രോഗങ്ങൾക്കും ശമനമാണ്. അതുപോലെ കടങ്ങൾ മാറാൻ, ജപ്തിയുടെ വക്കിലാണ്, ലോൺ അടക്കാൻ ഒരു നിവൃത്തിയുമില്ല, അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്, വീടും സ്ഥലവും വിറ്റുപോകാനുണ്ട്, മക്കളുടെ സ്വഭാവം നന്നാവണം, അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ്, തുടങ്ങി പല പ്രശ്നങ്ങളുമുണ്ട്, അതെല്ലാം മാറണം. ചില ആളുകൾക്ക് വീട് പണിയുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ്. വാടകയ്ക്കാണ് കിടക്കുന്നത്, ആ വാടക തന്നെ കൊടുക്കാനില്ല, പിന്നെ എങ്ങനെയാണ് സ്വന്തമായൊരു വീട്? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്തെല്ലാം നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം മനസ്സിൽ കരുതി 21 ദിവസം സൂറത്തുൽ ഫത്ഹ് ഓതി ദുആ ചെയ്തോളൂ. അള്ളാഹു നിങ്ങൾക്ക് ഖൈർ എന്താണോ അത് അടുപ്പിച്ചു തരുന്നതാണ്. ഇനി 9ാമത്തെ കാര്യം, ദുർബലനായ ആൾ ഈ സൂറത്ത് ഓതിയാൽ അവൻ ശക്തനായി മാറും. നിന്ദ്യനായ ഒരാൾ ഇത് ഓതിയാൽ അവൻ ശ്രേഷ്ഠനാകും. രോഗിയായ ആൾ ഇത് ഓതിയാൽ അവൻ ആരോഗ്യവാനാകും. പരാജയപ്പെട്ടവൻ ഇത് ഓതിയാൽ അവൻ വിജയിയായി മാറും. പ്രതിസന്ധി പ്രയാസങ്ങളിൽപ്പെട്ടവൻ ഇത് ഓതിയാൽ അവന്റെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതാണ്. അതുപോലെ കടക്കാരൻ ഓതിയാൽ അവന്റെ കടം മാറുന്നതാണ്. അതുപോലെ ജയിലിലായവൻ ഇത് ഓതിയാൽ അവൻ ജയിൽ മോചിതനാകും. ദാരിദ്ര്യമുള്ളവൻ ഇത് ഓതിയാൽ അവൻ സമ്പന്നനാകും. അതായത് എന്ത് പ്രശ്നത്തിന് വേണ്ടിയാണോ ഇത് ഓതുന്നത് അതിന്റെ ഓപ്പോസിറ്റുള്ള നന്മ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി 10ാമത്തെ കാര്യം, ഈ പരിശുദ്ധമായ സൂറത്ത് ഓതിയ ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന പരിശുദ്ധമായ ഇസ്മു ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ്. ഇനി 11ാമത്തെ കാര്യം, കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ, വീടുകളിൽ സമാധാനമുണ്ടാകാൻ ഈ പരിശുദ്ധമായ സൂറത്ത് ഓതിയാൽ മതി. 12ാമത്തെ കാര്യം, വിവാഹം, ജോലി പോലുള്ള കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ നീങ്ങാൻ ഈ സൂറത്ത് നമ്മെ സഹായിക്കുന്നതാണ്. 13ാമത്തെ നേട്ടമാണ്, എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും
നമുക്ക് രക്ഷ ലഭിക്കാൻ, സലാമത്ത് ലഭിക്കാൻ ഈ സൂറത്ത് ഓതുന്നത് വഴി സാധ്യമാകുന്നതാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ സൂറത്തുൽ ഫത്ഹിന്റെ 13 നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സൂറത്ത് ഓതുന്നത് വഴി ഈ നേട്ടങ്ങളെല്ലാം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു 7 കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. അത് സൂറത്ത് ഓതുന്നതിന്റെ മര്യാദ കൂടിയാണ്. ഈ സൂറത്ത് ഓതുമ്പോൾ മാത്രമല്ല, ഏത് സൂറത്ത് ഓതിയാലും ഈ മര്യാദകൾ പാലിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രതിഫലം മുഴുവനായി നമുക്ക് നൽകുന്നതാണ്. അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉളു കാമിലായി എടുത്ത് ശുദ്ധിയോടെ ഖിബ്ലക്ക് അഭിമുഖമായി ഇരുന്ന് ഓതുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ഹഫ് ഖുർആൻ കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഓതുക എന്നുള്ളതാണ്. ഖുർആൻ തുറന്നു വെച്ച് തന്നെ ഓതുക, അതിലേക്ക് നോക്കി ഓതുക. പലരും ഫോണിലായിരിക്കും ഓതുക. ഫോണിൽ ഓതിയാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും. ഖുർആൻ ചുമക്കുന്നതിന്റെ, അതുപോലെ നോക്കുന്നതിന്റെ ഇതെല്ലാം കൂടി ലഭിക്കണമെങ്കിൽ ഖുർആൻ നമ്മൾ കയ്യിലെടുത്തു വെച്ച് തന്നെ ഓതുക. ഖുർആൻ ചുംബിക്കൽ തന്നെ വലിയ സുന്നത്താണ്. ഈ എല്ലാ പ്രതിഫലം ഒരുമിച്ച് ലഭിക്കണമെങ്കിൽ നാം മുസ്ഹഫ് എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഓതുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അക്ഷരങ്ങൾ തെറ്റാതെ ശ്രദ്ധിച്ച് നോക്കി ഓതുക എന്നുള്ളതാണ്. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ ഓതുന്നതിനിടയിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. മറ്റു സംസാരങ്ങൾ ഒഴിവാക്കുക. അത് ഖുർആനോട് കാണിക്കുന്ന മറ്റൊരു മര്യാദയാണ്. ഇനി എന്തെങ്കിലും അത്യാവശ്യമായി സംസാരിക്കേണ്ടി വന്നാൽ ഖുർആൻ അടച്ചു വെച്ച് സംസാരിച്ചതിനു ശേഷം ഓത്ത് തുടരുക. ഇനി അഞ്ചാമത്തെ കാര്യം നിയ്യത്താണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഓതുന്നു എന്ന നിയ്യത്ത് മനസ്സിലുണ്ടാകണം. കേവലം ഭൗതിക ലക്ഷ്യങ്ങൾ മാത്രം മനസ്സിൽ കരുതാതെ പരലോക വിജയം കൂടി മനസ്സിൽ കൊണ്ടുവരണം. അതുവഴി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഖൈറുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ഇനി ആറാമത്തെ കാര്യം, ഓതി തുടങ്ങുമ്പോൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും അവസാനിപ്പിക്കുമ്പോൾ മിനിമം സദഖല്ലാഹുൽ അലീം എന്നും പറയാൻ മറന്നു പോകരുത്. പലരും ചൊല്ലുന്നുണ്ടാവും, എന്നാൽ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കൽബിൽ ഒരു യഖീൻ വേണം. അതായത് ഒരു ഉറപ്പ്. അല്ലാഹുവേ, എനിക്കിത് സാധിപ്പിച്ചു തരാൻ ഒരു പ്രയാസവുമില്ലല്ലോ റബ്ബേ, നീ എനിക്കിത് സാധിപ്പിച്ചു തരും എന്നെനിക്ക് ഉറപ്പാണ്. ആ ഒരു ഉറപ്പോടുകൂടി തന്നെ നമ്മൾ ഇത് പാരായണം ചെയ്യണം. ആശങ്കയോടെ സംശയാസ്പദമായിട്ട് നമ്മൾ പാരായണം ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്ക് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മൾ ഓതുന്നത് സ്വീകരിക്കട്ടെ. അതിന്റെ പ്രതിഫലം, ഈ സൂറത്തിൽ പറഞ്ഞ വിജയം നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഫത്ഹ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നവർ താഴെ കമന്റിൽ എഴുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിർ കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.